അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിലും മറ്റുമായി ഒരുപാടധികം കത്തിജ്വലിക്കുന്ന വാർത്തയായി നിൽക്കുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ഖാളി വിഷയമാണ്. ഇതിന്റെ വിഷയത്തിൽ ഒരുപാട് വിമർശനങ്ങളും എതിർപ്പുകളൊക്കെ വന്നു. മഹാനായ പാണക്കാട് തങ്ങളെ ഖാളിയാക്കി എന്നുള്ളത്. മഹാനായ പാണക്കാട് തങ്ങൾ ഒരുപാട് ഇൽമ പഠിച്ച ആളൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വിമർശനങ്ങൾ വന്നു. ഏകദേശം 1500 മഹല്ലുകളുടെ മഹല്ല് ഫൗണ്ടേഷൻ ഖാളിയാണ് എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. വല്ലാതെ മനസ്സിനെ വേദനപ്പെടുത്തിയ ഒരു ചിത്രമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ വ്യക്തിഗതമായി ഒരു ദേഷ്യവും തങ്ങളോടില്ല. ഒരു വിമർശനവും ഞാൻ വിമർശിക്കാനല്ല വന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള ഒരു ഹറാമായ സെൽഫി എടുക്കുക എന്നുള്ളത് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വല്ലാതെ മനസ്സിന് തന്നെ വേദനാജനകമായ ഒരു വാക്കാണ്. ഈ ഫോട്ടോ ഇട്ട് അതിന്റെ താഴത്തൊരു ക്യാപ്ഷൻ ഉണ്ടായിരുന്നു. അതിന് ഞാൻ വായിച്ചു തരാം. 1500 മഹല്ലുകളുടെ ഫൗണ്ടേഷൻ ഖാളി. നമ്മുടെ മഹല്ലിലെ പള്ളിയിലെ ഉസ്താദ് ഇങ്ങനെ ഒരു ഹറാമായ സെൽഫി എടുത്ത് ഫേസ്ബുക്കിലാവട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ ആ നാട്ടുകാര് അങ്ങനെ പോസ്റ്റ് ചെയ്താൽ ആ നാട്ടുകാർ ഉടനെ തന്നെ ആ ഉസ്താദിനെ പിരിച്ചുവിടും. അത് തീർച്ചയാണ്. പക്ഷേ അതിന്റെയും മുകളിലുള്ള വലിയ ഖാളിക്ക് എന്ത് ഹറാമുമാകാം. ഇത് ദീന് കൊണ്ട് കളിക്കുകയല്ലേ. ഒന്നെങ്കിൽ ഖാളി സ്ഥാനം രാജിവെക്കുക, അല്ലെങ്കിൽ മഹത്തായ ആ സ്ഥാനത്തെ ബഹുമാനിച്ച് നല്ല രൂപത്തിൽ പോവുക. ഇത് പറയുന്നവരെ എന്തിനാണ് ലീഗ് വിരോധിയും കമ്മ്യൂണിസ്റ്റ് കാരണമെന്ന് പറയുന്നത്? എന്നിങ്ങനെയുള്ള ഒരു ചെറിയ ക്യാപ്ഷനായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്ക് തന്നെ ചിന്തിച്ചാൽ മനസ്സിലാകും. ഒരു ഖാളിയാകുമ്പോൾ ആ നാട്ടില് ഒരു പെൺകുട്ടിയുടെ കല്യാണം നടക്കുകയാണെങ്കിൽ വാപ്പയില്ല, വലിയില്ല. എന്നാൽ അതിൻ്റെയൊക്കെയും വലിയന്റെ സ്ഥാനത്ത് നിൽക്കേണ്ടത് ഈ ഖാളിയാണ്. ഒരു വാപ്പയുടെ സ്ഥാനത്ത് നിൽക്കേണ്ടത് ഈ ഖാളിയാണ്. ഇങ്ങനെ അത്രയും വലിയ സ്ഥാനത്താണ് ഈ ഖാളി എന്ന് പറയുന്നത്. ഇത് ഒരിക്കലും ഈ ആളുകൾ ഇങ്ങനെ തെറ്റിദ്ധരിക്കാനുള്ള ഒരു കാരണമാകും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിൽ എഴുതുക. ഇത് മാത്രമല്ല, റഹ്മത്തുള്ള ഖാസിമി ഉസ്താദ് അവറുകളൊക്കെ ഇങ്ങനെയുള്ള വിഷയത്തിൽ ഒരുപാട് വിമർശനങ്ങളുമായി വന്നിരുന്നു. എന്നിട്ടും മഹാനായ പാണക്കാട് തങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് ഒരു ശരിയുള്ള കാര്യമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും അല്ലാഹു തആല നല്ലത് പറയാനും നല്ലത് വിചാരിക്കാനും അല്ലാഹു നമുക്കൊക്കെയും തൗഫീഖ് നൽകട്ടെ, ആമീൻ എന്ന് മാത്രം പറഞ്ഞ് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.